TS വെഞ്ഞാറമൂട് തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നമുക്കിവിടെ ഒരു നീണ്ട വരി തന്നെ കാണാം. 6 ബൂത്തുകളാണ് ഇലക്ഷന് വേണ്ടി നവീകരിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾക്കായി നമുക്ക് നമ്മുടെ ഹെഡ് മിസ്ട്രസിനോട് ചോദിക്കാം. ഇലക്ഷൻ എങ്ങനെ? TS വെഞ്ഞാറമൂടിന്റെ കൂടുതൽ ഇലക്ഷനാണ് നടക്കുന്നത്. ഏറ്റവും ഭംഗിയായി വളരെ മികച്ച സംഘാടനത്തോടുകൂടി ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല പോളിംഗ് ആണുള്ളത്. കുട്ടികളെല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട്. ഏറ്റവും വളരെ നല്ലൊരു റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും ഭംഗിയായി തന്നെ ഇവിടെ നടക്കുന്നു. നമുക്ക് ബൂത്തിലേക്ക് പോയി നോക്കാം. എത്ര ശതമാനം പോളിംഗ് ആയിട്ടെന്നാണ് ടീച്ചറിന്റെ കണക്കുകൂട്ടൽ? പോളിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 5% ആയിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോട് കൂടി പൂർത്തിയാവും. ടീച്ചർ, കുട്ടികൾക്ക് ഇലക്ഷൻ രീതികൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നുണ്ട്. 100% കുട്ടികൾക്ക് വോട്ടിങ്ങിനെ പറ്റിയും ഇലക്ഷനെ പറ്റിയും ഇലക്ഷന്റെ പ്രാധാന്യത്തെ പറ്റിയും എല്ലാം തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊള്ളുന്ന വോട്ടിംഗ് സമ്പ്രദായങ്ങൾ നമ്മൾ ആശ്വസിച്ചു. വളരെ സിസ്റ്റമാറ്റിക്കാണ് 5ാമത്തെ ബൂത്തിലെ വോട്ട് നടന്നിരിക്കുന്നത്. 60% വോട്ട് ബൂത്തിലേക്ക് കഴിഞ്ഞു. ഇനി ബാക്കി 40% എല്ലാവരും വോട്ടിലെത്തിയിട്ടുണ്ട്. അവരെ എല്ലാ ഐഡി കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നതിലെത്തിയിട്ടുണ്ട്. നല്ല രീതിയിൽ നടക്കുന്ന ബൂത്താണ് ഇതെന്ന് പറയാം. ശാന്തമായ വോട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള വിജയം നമ്മുടെ പോലീസിനോട് ചോദിച്ചറിയാം. വോട്ടിംഗ് മനോഹരമായി നടന്നിട്ടുണ്ട്. അടുത്ത ക്ലാസ് വോട്ടിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോളിംഗ് ആണ് കാണുന്നത്. എന്തായാലും വാശിയേറിയ ഒരു മത്സരം ഈ മണ്ഡലത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് ഉറപ്പാക്കാം. കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയ ബൂത്ത് നമ്പർ 2-ൽ കള്ളവോട്ടിന് ശ്രമം. കള്ളവോട്ടിനായി എത്തിയ വിദ്യാർത്ഥിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്തു. നമ്പർ 2 കനത്ത സുരക്ഷാ പിന്തുണയോടെ പോളിംഗ് പുരോഗമിക്കുന്നു. നമുക്ക് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. നമ്മുടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് എന്താണ് ജനാധിപത്യമെന്നോ അതെങ്ങനെയാണ് നമുക്കൊരു മുഖ്യമന്ത്രി അതുപോലെ പ്രധാനമന്ത്രി എങ്ങനെയാണ് സെലക്ട് ചെയ്ത് രക്ഷിക്കുന്നതെന്നോ കുഞ്ഞുങ്ങൾക്കറിയില്ല. അപ്പൊ വളർന്നു വരുന്ന നമ്മുടെ മക്കൾക്ക് അത് കുഞ്ഞു ക്ലാസ് മുതലേ അത് ഒരു ബോധ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നമ്മൾ പ്രധാനമായും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ബാലറ്റാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം നമ്മളെ എല്ലാ സാധാരണ നമ്മൾ നടത്തുന്ന ഇലക്ഷൻ പോലെ തന്നെ നമ്മൾ ഈ ബാലറ്റ് തന്നെ നടത്താൻ തീരുമാനിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെയാണ് അവർ വോട്ടിട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, വളരെ തിരക്കായിട്ട് ഭംഗിയായിട്ട് വളരെ ആക്റ്റീവായിട്ട് അവര് വോട്ട് ചെയ്തിട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. വളരെ സാർ, ഈ വർഷത്തെ പോളിംഗ് എങ്ങനെയുണ്ട്? കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും മികച്ചതാണ്. മികച്ച രീതിയിലാണ് നമ്മുടെ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും അവിടെ ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ്. കുട്ടികൾക്കെല്ലാവരും ഒരു അറിവ് തന്നെയാണ് സാങ്കേതിക. നല്ല വമ്പിച്ച തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. 50% വോട്ട് പോളിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും തിരിച്ച് കൂടിക്കൊണ്ട് വരികയാണ്. നമ്മുടെ സ്ഥാനാർത്ഥി ദേവിനോട് നമുക്ക് വിവരങ്ങൾ അന്വേഷിക്കാം. സാർ, പോളിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സാറിന്റെ പ്രതീക്ഷ എന്തൊക്കെയാണ്? ഇങ്ങനെ പോളിംഗ് നടന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ജയിക്കുമെന്നാണ് എന്റെ ഒരു പ്രതീക്ഷ. ഇപ്പോൾ നല്ല രീതിയിലാണ് പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ തീർച്ചയായും സ്കൂളിലാവുന്ന എനിക്ക് തെറ്റുണ്ട്. അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് കടക്കാം. ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും വോട്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? തിരക്ക് സാർ. നമ്മുടെ സ്കൂളിലെ ഇലക്ഷൻ ഏകദേശം നൽകുകയാണ്. നമുക്ക് റിസൾട്ട് കഴിയുകയും ചെയ്യാം.